ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ അപ്ലൈ ചെയ്യാൻ ക്വാളിഫൈഡ് ആയ എല്ലാവരും തന്നെ അപ്ലൈ ചെയ്തിടുക. നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി. ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 2 സോ അതിന് മുന്നേ തന്നെ നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തിടുക. നമ്മുടെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫുൾ സിലബസും നമ്മൾ ഒറ്റൊരു കോഴ്സായിട്ടാണ് നമ്മുടെ കോർ സബ്ജക്ട്സും അതുപോലെ തന്നെ ബേസിക് സബ്ജക്ട്സ്, ബേസിക് സിവിൽ, മെക്കാനിക്കൽ, ടെക്നിക്കൽ, മാത്സ്, അതുപോലെ തന്നെ ബേസിക് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ബേസിക് ഇലക്ട്രോണിക്സും പിന്നെ നമ്മുടെ കോർ സബ്ജക്ട്സ് ഇലക്ട്രോണിക്സിൻ്റെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരുമിച്ചാണ് ക്ലാസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒറ്റ ഒരു പാക്കേജ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം തന്നെ എല്ലാ കോഴ്സും സിവിലും മാത്സും അതുപോലെ തന്നെ ഇലക്ട്രിക്കലും മെക്കാനിക്കലും എല്ലാം കോഴ്സ് നമ്മുടെ കോർ സബ്ജക്ട്സും എല്ലാം തന്നെ ഒരുമിച്ച് ഒറ്റൊരു കോഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ. ടെലഗ്രാമിലാണ് ക്ലാസ് വരുന്നത്. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സാണ്. കേരള PSC പോയിന്റ് ഓഫ് വ്യൂവിലാണ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ നമ്മൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടെസ്റ്റ് സജസ്റ്റ് ചെയ്യും, നിങ്ങളതും പഠിക്കാം. നിങ്ങൾക്ക് PDF നോട്ട്സ്, ഓരോ ടോപ്പിക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്ന വീഡിയോ ക്ലാസ് ഉണ്ട്, PDF നോട്ട്സ് ഉണ്ട്. ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴുള്ള MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം നമ്മുടെ ഒരു 1 വീക്കിൽ നമുക്ക് 3 ക്ലാസ്സാണ് ഉള്ളത്. 2 ദിവസം നമ്മുടെ കോർ സബ്ജക്റ്റും 1 ദിവസം നമ്മുടെ മാത്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ മാത്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാത്സ് ഫുൾ കഴിഞ്ഞിട്ട് നമ്മൾ സിവിൽ സ്റ്റാർട്ട് ചെയ്യും. സിവിൽ കഴിഞ്ഞ് മെക്കാനിക്കൽ, അങ്ങനെ മെക്കാനിക്കൽ കഴിഞ്ഞ് ഇലക്ട്രിക്കൽ, അങ്ങനെ ആ ബേസിക് സബ്ജക്ട്സും 1 വീക്കിൽ ഒരു ക്ലാസ് കാണും. നമ്മൾ പാരലൽ 10 ക്ലാസ്സസ് കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകും നമ്മുടെ ECയിലെ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ സിലബസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അത് കാണാത്തൊരു കാണാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അത് നമുക്ക് മൊഡ്യൂൾ 5 വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ, സിഗ്നൽസിനും സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് സിഗ്നൽസ്, എന്താണ് സിസ്റ്റം, അതിൻ്റെ ഒരു ഇൻട്രൊഡക്റ്റീവ് പാർട്ട് നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു സിഗ്നൽസ് ആൻഡ് സിസ്റ്റം. സിഗ്നൽ, any physical phenomenon that carries some information can be called as a signal. ഇപ്പോൾ എന്താണ് ഒരു സിഗ്നൽ എന്ന് വെച്ചാൽ ഇൻഫോർമേഷൻ ഉള്ള എല്ലാത്തിനെയും നമുക്ക് സിഗ്നൽ എന്ന് വിളിക്കാം, അല്ലേ? അപ്പോൾ എനി ഫിസിക്കൽ ഫിനോമിനൻ ദാറ്റ് ക്യാരി സം ഇൻഫോർമേഷൻ ക്യാൻ ബി കോൾഡ് ആസ് സിഗ്നൽ. എക്സാമ്പിൾ മ്യൂസിക്, പിക്ചർ, സ്പീച്ച്, ഓക്കെ, ലൈറ്റ്, നമ്മുടെ വോയിസ് ഒക്കെ നമുക്കെല്ലാം ഇതൊക്കെ നാച്ചുറൽ സിഗ്നൽ, നാച്ചുറൽ ആണ്, അല്ലേ? നാച്ചുറൽ സിഗ്നൽസിന് എക്സാമ്പിൾസ് ആണ് ലൈറ്റ്, വോയിസ്, പിന്നെ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇതൊക്കെ എന്താണ്? ഇപ്പോൾ എനി ഫിസിക്കൽ ഫിനോമിനൻ ദാറ്റ് ക്യാരി സം ഇൻഫോർമേഷൻ ഉള്ള എല്ലാത്തിനെയും നമുക്ക് സിഗ്നൽസ് എന്ന് വിളിക്കാം. ഓക്കെ, ഈ ദ ഇൻഫോർമേഷൻ ക്യാരിഡ് ബൈ എ സിഗ്നൽ ഈസ് ഓൾവേസ് എ ഫങ്ഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ആ ഇൻഫോർമേഷൻ, ആ സിഗ്നലിൻ്റെ അകത്തുള്ള ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ ക്യാരിഡ് ബൈ എ സിഗ്നൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് ഓൾവേസ് ബി എ ഫങ്ഷൻ ഓഫ് ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഒരു ഫങ്ഷൻ ആയിരിക്കും. ഈസ് ഓൾവേസ് ബി എ ഫങ്ഷൻ ഓഫ് ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, മനസ്സിലായോ? അതായത് നമ്മൾ ഇൻഫോർമേഷനുള്ള എല്ലാത്തിനും നമുക്ക് സിഗ്നൽ എന്ന് പറയാം. എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ എന്താണ് ആ ഇൻഫോർമേഷൻ ക്യാരി ചെയ്യുന്ന സിഗ്നൽ എന്ന് പറയുമ്പോൾ ഓൾവേസ് എ ഫങ്ഷൻ ഓഫ് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഫങ്ഷൻ ആയിരിക്കും. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? അത് ടൈം ആവാം, സ്പേഷ്യൽ കോർഡിനേറ്റ്സ് ആവാം, ഇൻറ്റൻസിറ്റി ഓഫ് കളേഴ്സ് എക്സെട്ര. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും നമ്മുടെ സിഗ്നലിൻ്റെ ഡെഫിനിഷൻ? നമുക്കിപ്പോൾ എന്താ പറയാം? എനി സിഗ്നൽ ക്യാൻ ബി പ്രസൻറ്റഡ് ആസ് എ ഫങ്ഷൻ ഓഫ് 1 or more ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിഗ്നലിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. എനി സിഗ്നൽ വിച്ച് ക്യാൻ ബി പ്രസൻറ്റഡ് ആസ് എ ഫങ്ഷൻ ഓഫ് 1 or more ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻഫർമേഷൻ ഉള്ള എല്ലാത്തിനെയും സിഗ്നൽ എന്ന് പറയാം. അതെന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഇസ് ഓൾവേസ് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, അതായത് ഇറ്റ്സ് വേരി വിത്ത് ടൈം. ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് എന്താണ് ഫംഗ്ഷൻ ആയിരിക്കും? ഇറ്റ്സ് ഓൾവേസ് എ ഫംഗ്ഷൻ ഓഫ് 1 or more ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ സിഗ്നൽ എന്ന് പറയുമ്പോൾ ഒരു ഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്, അല്ലെങ്കിൽ എന്താണ്? ഒരു ഫംഗ്ഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഡിപ്പെൻഡ് ഓൺ ദി നമ്പർ ഓഫ് സോഴ്സസ്. നമ്പർ ഓഫ് സോഴ്സിൻ്റെ ബേസിൽ 1 ചാനൽ സിഗ്നൽ എന്നും മൾട്ടി ചാനൽ സിഗ്നൽ എന്നും ക്ലാസിഫൈ ചെയ്യാം. 1 ചാനൽ സിഗ്നൽ എന്ന് വെച്ചാൽ ജനറേറ്റഡ് ഫ്രം ഒരു സിംഗിൾ സോഴ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന സിഗ്നൽ നമ്മൾ 1 ചാനൽ സിഗ്നൽ. എക്സാമ്പിൾ റെക്കോർഡ് ഓഫ് റൂം ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ടൈം. ഒരു റൂം ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ നമ്മൾ റൂം ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യുന്നു. അത് ഇതിനൊരു എക്സാമ്പിളാണ്. ഒരു സിംഗിൾ സോഴ്സ് അല്ലേ, ജനറേറ്റഡ് ഫ്രം ദി സിംഗിൾ സോഴ്സ്. അപ്പോൾ അതൊരു 1 ചാനൽ സിഗ്നൽ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, നമ്പർ ഓഫ് സോഴ്സിൽ നിന്ന് വരുന്ന രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് മൾട്ടി ചാനൽ സിഗ്നൽ. മൾട്ടി ചാനൽ സിഗ്നൽ എന്ന് വെച്ചാൽ ഒരു വാക്ക് തന്നെ ഉണ്ടല്ലേ, ജനറേറ്റഡ് ഫ്രം ദി മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ ദ ഓഡിയോ ഔട്ട്പുട്ട് ഓഫ് 2 സ്റ്റീരിയോ സ്പീക്കേഴ്സ്, അല്ലേ? നമ്മളൊരു ഓഡിയോ ഔട്ട്പുട്ട് 2 സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, അല്ലേ? അപ്പോൾ ഒരു സിഗ്നൽസ് ജനറേറ്റഡ് ഫ്രം ദി മൾട്ടിപ്പിൾ സോഴ്സസ് ആണ് നമ്മൾ അതിനെന്ത് പറയും? മൾട്ടി ചാനൽ സിഗ്നൽ എന്ന് പറയും. അപ്പോൾ ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് ഒരു സിഗ്നൽ എന്ന് പഠിച്ചു. സിഗ്നൽ എന്ന് പറയുമ്പോൾ എനി ഫിസിക്കൽ ഫിനോമിന ആവാം ദാറ്റ് ക്യാരി സം ഇൻഫോർമേഷൻ നമ്മൾ സിഗ്നൽ എന്ന് പറയുന്നത്. ഈ ഇൻഫോർമേഷൻ ക്യാരി ചെയ്യുന്ന സിഗ്നൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് എ ഫംഗ്ഷൻ ഓഫ് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ ടൈം ആവാം, സ്പേഷ്യൽ കോർഡിനേറ്റ്സ് ആവാം, ഇൻറ്റൻസിറ്റി ഓഫ് കളേഴ്സ് എക്സെട്ര ആവാം. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം നമ്മുടെ സിഗ്നൽ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ എനി സിഗ്നൽ ക്യാൻ ബി പ്രസൻറ്റഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ്
വൺ ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതിന് നമ്മൾ സിഗ്നൽ എന്ന് പറയുന്നത്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഡിപ്പെൻഡ് ഓൺ ദി നമ്പർ ഓഫ് സോഴ്സസിൻ്റെ ബേസിൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വൺ ചാനൽ സിഗ്നൽ എന്നും അതുപോലെ തന്നെ മൾട്ടി ചാനൽ സിഗ്നൽ. വൺ ചാനൽ സിഗ്നൽ എന്ന് പറയുമ്പോൾ ഇത് ഒറ്റൊരു സിംഗിൾ സോഴ്സിന് ജനറേറ്റ് ചെയ്യുകയാണ്. റെക്കോർഡ് ഓഫ് റൂം ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ടൈം. എക്സാമ്പിൾ മൾട്ടി ചാനൽ സിഗ്നൽ എന്ന് പറയുമ്പോൾ ജനറേറ്റഡ് ഫ്രം മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നു. ദ ഓഡിയോ ഔട്ട്പുട്ട് ഓഫ് 2 സ്റ്റീരിയോ സ്പീക്കേഴ്സ്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഡിപ്പെൻഡിങ് ഓൺ ദി നമ്പർ ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഡിപ്പെൻഡിങ് ഓൺ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ നമ്പറിൻ്റെ ബേസിൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. 1 ഡയമെൻഷൻ സിഗ്നൽസ് എന്നും 2 ഡയമെൻഷൻ സിഗ്നൽസ് എന്നും ക്ലാസിഫൈ ചെയ്യാം. 1 ഡയമെൻഷൻ സിഗ്നൽസ് എന്നും 2 ഡയമെൻഷൻ. 1 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സിഗ്നൽ വിച്ച് ഈസ് എ ഫങ്ഷൻ ഓഫ് സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഫംഗ്ഷൻ സിഗ്നൽ എന്ന് പറയുന്നത് വിച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണെങ്കിൽ നമ്മൾ അതിനെ 1 ഡയമെൻഷൻ സിഗ്നൽ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നമ്മുടെ മ്യൂസിക്, സ്പീച്ച്, ഹാർട്ട് ബീറ്റ്, ഇതൊക്കെ എന്താണ്? ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. അതിൻ്റെ ആ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എ സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണെങ്കിൽ 1 ഡയമെൻഷൻ സിഗ്നൽ എന്ന് പറയും. 2 ഡയമെൻഷൻ സിഗ്നൽ എന്ന് വെച്ചാൽ എന്താണ്? സിഗ്നൽ വിച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് 2 ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. രണ്ടോ അതിൽ കൂടുതലോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിൽ ആ സിഗ്നൽ വിച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് 2 ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ നമ്മൾ എന്താ പറയുക? മൾട്ടി ഡയമെൻഷണൽ സിഗ്നൽ എന്ന് പറയും. എക്സാമ്പിൾ ഫോട്ടോഗ്രാഫ്, നമ്മുടെ ഇമേജസ്, ഇതൊക്കെയാണ് 2 ഡയമെൻഷണൽ സിഗ്നൽസിൻ്റെ എക്സാമ്പിൾ. മനസ്സിലായല്ലോ? അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് സോഴ്സസിൻ്റെ ബേസിൽ 1 ചാനൽ സിഗ്നൽ എന്ന് മൾട്ടി ചാനൽ സിഗ്നൽ എന്ന് ക്ലാസിഫൈ ചെയ്യാം. ഡിപ്പെൻഡിങ് ഓൺ ദി നമ്പർ ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ബേസിൽ 1 ഡയമെൻഷൻ സിഗ്നൽ എന്നും 2 ഡയമെൻഷൻസ്. അടുത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ജസ്റ്റ് ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നോക്കാം. ഡിപ്പെൻഡിങ് ഓൺ വെദർ ദി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണോ ഡിസ്ക്രീറ്റ് ആണോ. നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ കണ്ടിന്യൂസ് ആണോ ഡിസ്ക്രീറ്റ് ആണോ അതിൻ്റെ ബേസിൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അനലോഗ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് സിഗ്നൽ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സിഗ്നൽ. അനലോഗ് ഓർ കണ്ടിന്യൂസ് സിഗ്നൽ. അനലോഗ് ഓർ കണ്ടിന്യൂസ് സിഗ്നൽ എന്ന് വെച്ചാൽ വെൻ എ സിഗ്നൽ ഡിഫൈൻസ് കണ്ടിന്യൂസ്ലി ഫോർ എനി വാല്യൂ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഇത് അനലോഗ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് വെച്ചാൽ എന്താണ്? ദ സിഗ്നൽ ഒരു സിഗ്നൽ ഡിഫൈൻസ് കണ്ടിന്യൂസ്ലി ആണ് ഫോർ എനി വാല്യൂ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളെ നമ്മൾ അനലോഗ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് സിഗ്നൽ എന്ന് പറയുന്നത്. ഡിസ്ക്രീറ്റ് സിഗ്നൽ എന്ന് പറയുമ്പോൾ എന്താണ്? വെൻ എ സിഗ്നൽ ഡിഫൈൻ ഫോർ ഡിസ്ക്രീറ്റ് ഇൻ്റർവെൽ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ വരുന്ന ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫിഗറൊക്കെ വെച്ച് നോക്കാം. അത് നമ്മൾ ഡിസ്ക്രീറ്റ് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഒരു 3ൻ്റെ ഒരു കമ്പാരിസൺ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും. കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്താണെന്ന്, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്താണ്, ഡിജിറ്റൽ സിഗ്നൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ ഫിഗർ വരച്ചിട്ടുണ്ട്. കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് സിഗ്നൽ. കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് വെച്ചാൽ ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് സിഗ്നൽ വിത്ത് റെസ്പെക്ട് ടു ടൈമിനനുസരിച്ച് കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് സിഗ്നൽ കണ്ടോ, വിത്ത് റെസ്പെക്ട് ടു ടൈം, ഫംഗ്ഷൻ ഓഫ് ടി, വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ അല്ലേ. കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് സിഗ്നൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ക്യാൻ ബി നമുക്ക് അത് ഏത് മുതൽ വരാം? ടൈമിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ -∞ മുതൽ ഈ ഒരു ഫിഗർ നോക്കും, -∞ മുതൽ +∞ വരെ വരാം. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് പറയുമ്പോൾ ബോത്ത് ടൈമിലും ആംപ്ലിറ്റ്യൂഡിലും എന്തായിരിക്കും? അത് കണ്ടിന്യൂസ് ആയിരിക്കും. അത് പഠിച്ചോണം. കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഈസ് കണ്ടിന്യൂസ് ഇൻ ബോത്ത് ടൈം ആൻഡ് ആംപ്ലിറ്റ്യൂഡ്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് എക്സ് ഓഫ് ടി. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് ഓഫ് ടി. മനസ്സിലായല്ലോ? കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഫിഗർ നോക്കുന്നുണ്ടോ, വരച്ചിട്ടുണ്ടല്ലോ. ഇത് എന്താണ്? ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് സിഗ്നലാണ്. OE സിഗ്നൽ, നമ്മുടെ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് സിഗ്നൽ OE സിഗ്നൽ. അപ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് സിഗ്നൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ക്യാൻ ബി ക്ലാസിഫൈഡ് ഫ്രം -∞ മുതൽ +∞ വരെയാണ്. ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസിന് ബോത്ത് ടൈമും ആംപ്ലിറ്റ്യൂഡ്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന എക്സ് ഓഫ് ടി. മനസ്സിലായല്ലോ? അടുത്ത് വരുന്നതാണ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്ന് പറയുമ്പം കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡ്, ഡിസ്ക്രീറ്റ് ഇൻ ടൈം. ഓക്കെ, കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡിൽ കണ്ടിന്യൂസ് ആണ്, പക്ഷേ ടൈമിൽ എന്താണ്? ഡിസ്ക്രീറ്റ് ഇൻ ടൈം ആയിരിക്കും. ഓക്കെ, ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ടൈം ടി എന്ന് പറയുന്നത് കണ്ടോ യൂണിഫോം ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. യൂണിഫോമിൽ ഡിവൈഡ് ചെയ്തു ഡിസ്ക്രീറ്റ് ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ യൂണിഫോം ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡിനോട്ടഡ് ബൈ n കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഓക്കെ, യൂണിഫോംലി ഡിവൈഡ് ദ വാല്യൂസ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു n. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡും ഡിസ്ക്രീറ്റ് ഇൻ ടൈമും ആയിരിക്കും. നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന എക്സ് ഓഫ് n എന്ന് ഡിനോട്ട് ചെയ്യും. അടുത്ത് വരുന്ന ഒരു ടേമാണ് ഡിജിറ്റൽ സിഗ്നൽ. എന്താണ് ഡിജിറ്റൽ സിഗ്നൽ എന്ന് വെച്ചാൽ സിഗ്നൽ വിച്ച് ഈസ് ഡിസ്ക്രീറ്റ് ബോത്ത് ഇൻ ടൈം ആൻഡ് ആംപ്ലിറ്റ്യൂഡ്. സിഗ്നൽ വിച്ച് ഈസ് ഡിസ്ക്രീറ്റ് ബോത്ത് ടൈമും ആംപ്ലിറ്റ്യൂഡും ഡിസ്ക്രീറ്റ് ആണ്. വൈ? നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് ബേസിക്കലി ഓൺലി ഡിസ്ക്രീറ്റ് ഇൻ ടൈമും കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആയിരുന്നു. നമ്മുടെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബേസിക്കലി ഓൺലി ഡിസ്ക്രീറ്റ് ഇൻ ടൈമും കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മളെ ഈ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എങ്ങനെയാണ് നമ്മളതിൻ്റെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എന്ത് ഫോമിലായിരിക്കും ഡിജിറ്റൽ സിഗ്നൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇനി മെയിൻലി വി ഹാവ് ടു റെപ്രസെൻറ്റ് ഇൻ n വെച്ചാണ്. ആംപ്ലിറ്റ്യൂഡ് n ആണ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് ഒരു ബൈനറി കോഡ് ഫോർ എ ഡിജിറ്റൽ സിഗ്നൽ. ഓക്കെ,
ഇൻ ഡിജിറ്റൽ സിഗ്നൽസിൽ നമ്മുടെ വാല്യൂ ഓഫ് സിഗ്നൽ നമ്മൾ ഫോർ എവറി ഡിസ്ക്രീറ്റ് ടൈമിൽ എവറി ഡിസ്ക്രീറ്റ് ടൈമിൽ അതിൻ്റെ വാല്യൂ ഓഫ് സിഗ്നൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസിഗ്നേറ്റ് ചെയ്യുന്നത് n കൊണ്ടാണ്. n പ്രസൻറ്റഡ് ബൈ ബൈനറി കോഡ്സ്. ഓക്കെ, സിസ്റ്റം വിച്ച് ഇസ് ഡിസ്ക്രീറ്റ് ഇൻ ബോത്ത് ടൈമും ആംപ്ലിറ്റ്യൂഡും ആണ് നമ്മുടെ ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുന്നത്. വരും ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ നമ്മൾ പറഞ്ഞു ബേസിക്കലി ഒൺലി ഡിസ്ക്രീറ്റ് ടൈമും കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഹൗ ടു ഡിസ്ക്രിറ്റൈസ് ദ ആംപ്ലിറ്റ്യൂഡ് വി ഹാവ് ടു റെപ്രസെൻറ്റ് n വിച്ച് ഇസ് നത്തിങ് ബട്ട് എ ബൈനറി കോഡ് ഫോർ എ ഡിജിറ്റൽ സിഗ്നൽ ആയിരിക്കും. ഓക്കെ, അടുത്ത് പഠിക്കുമ്പോൾ നമ്മുടെ സിസ്റ്റം ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ വളരെ ഓരോന്നും കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഡിസ്ക്രീറ്റ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമുക്ക് നോക്കാം എന്താണ് ഒരു സിസ്റ്റം. Any process that exhibit cause and effect relation can be called as a system. Any process that exhibit cause and effect relation can be called as a system. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു എക്സാമ്പിൾ നോക്കൂ. ലെറ്റ് us കൺസിഡർ നോക്കൂ, ഒരു ഇൻപുട്ട് സിഗ്നൽ ഉണ്ട്. ഇൻപുട്ട് സിഗ്നൽ x ഓഫ് ടി എന്നാണ് ഒരു സിസ്റ്റത്തിലോട്ട് പാസ് ചെയ്തു. അന്നേരം എന്ത് പറ്റും, നമുക്കൊരു കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് y ഓഫ് ടി ആണ്. ഈ y ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് എ പ്രോസസ്ഡ് വേർഷൻ ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ ആയിരിക്കും. ഓക്കെ, ദ ഔട്ട്പുട്ട് സിഗ്നൽ y ഓഫ് ടി ഈസ് എ പ്രോസസ്ഡ് വേർഷൻ ഓഫ് ഇൻപുട്ട് സിഗ്നൽ ആയിരിക്കും. സോ എ സിസ്റ്റം ക്യാൻ ബി നമുക്ക് അതിൻ്റെ ബേസിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, സിസ്റ്റത്തിനെ കണ്ടിന്യൂസ് ടൈം സിസ്റ്റം എന്ന് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് സിസ്റ്റം എന്ന് വെച്ചാൽ എനി പ്രോസസ്സ് ദാറ്റ് എക്സിബിറ്റ് എന്നാണ് കോസ് അല്ലെങ്കിൽ എഫർട്ട് റിലേഷൻ. ഓക്കെ, എ സിസ്റ്റം വിൽ ഹാവ് എൻ ഇൻപുട്ട് സിഗ്നലുണ്ട്, ഒരു ഔട്ട്പുട്ട് സിഗ്നലുണ്ട്. ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ പ്രോസസ്സ് ഈ ഔട്ട്പുട്ട് സിഗ്നൽ y ഓഫ് ടി എന്ന് പറയുന്നത് ഇസ് എ പ്രോസസ്ഡ് വേർഷൻ ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് കണ്ടിന്യൂസ് ടൈം സിസ്റ്റവും ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റവും. അപ്പോൾ എന്താണ് കണ്ടിന്യൂസ് ടൈം സിസ്റ്റവും ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റവും കൂടെ നോക്കാം. The system which can passes continuous time signal is called continuous time signal. Continuous time system എന്ന് വെച്ചാൽ എന്താണ്, it can pass only the continuous time signals. ഒരു കണ്ടിന്യൂസ് സിസ്റ്റത്തിൽ it can pass only the continuous time signal only. ഇവിടെ നോക്കൂ, the input and output signal of a continuous time system എന്ന് പറയുന്നത് continuous time signals ആയിരിക്കും. The input of a continuous സിസ്റ്റത്തിൽ continuous time system is always be continuous time signal ആയിരിക്കും. അതുപോലെ തന്നെ output of a continuous time system is always be processed version of the input continuous time signal ആയിരിക്കും. ഓക്കെ, as a continuous time signal only ആയിരിക്കും. ഇൻപുട്ടും ഔട്ട്പുട്ട് സിഗ്നൽ ഓഫ് എ കണ്ടിന്യൂസ് ടൈം സിസ്റ്റം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആയിരിക്കും. അടുത്ത് നോക്ക് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം. ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻപുട്ട് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് ബി എ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആയിരിക്കും. ഡിസ്ക്രീറ്റ് ടൈം. ഓക്കെ, സിസ്റ്റം വിച്ച് ക്യാൻ പ്രോസസ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ഒള്ളി. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനെ നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ഇൻപുട്ടും ഔട്ട്പുട്ട് സിഗ്നൽസ് ഓഫ് എ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് ആയിരിക്കും. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിഗ്നൽസ് ഓഫ് എ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് ആറ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് ആയിരിക്കും. ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ആറ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു ഇൻട്രൊഡക്ഷൻ, സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്നത്. നമുക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടിക്കാണ് എന്താണ് ഒരു സിഗ്നൽ, എന്താണ് ഒരു സിസ്റ്റം, അതായത് ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിലുള്ള ഡീറ്റെയിൽ ആയിട്ട് എന്താണ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ, അതിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻ എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ഓക്കെ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്. അപ്പോൾ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.